اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇന്നത്തെ ഹിക്മത്ത് ഒരുപക്ഷെ നമ്മൾ ഒരുപാട് നാളത്തെ ചോദ്യത്തിനുള്ള മറുപടി ആയിരിക്കും. നമ്മുടെ മനസ്സിൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരുപക്ഷെ ഇന്നത്തെ ഹിക്മത്തിലൂടെ നമുക്ക് ലഭിക്കും. ലാ യകുൻ തഅഖുറു അമദിൽ അത്വാഇ, അള്ളാഹുവിൻ്റെ ദാനത്തിൻ്റെ സമയം പിന്തുക എന്നുള്ളത് മഅൽ ഇൽഹാഹി ഫി ദുആഇ, നീ പ്രാർത്ഥനയിൽ തിടുക്കം കാണിക്കലോടുകൂടെ മൂജിബൻ ലിയഅ്സിക, അത് നിന്നെ നിരാശനാക്കാതിരിക്കട്ടെ. ഇത് വലിയ ആളുകൾക്കുള്ള കിതാബാട്ടോ, അതുകൊണ്ടാണ് അതിൻ്റെ സാഹിത്യപരമായിട്ടാണ് ഉപർ പറയുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നത്, നീ അള്ളാഹുവിനോട് തിടുക്കപ്പെട്ട് നിരന്തരമായി അള്ളാഹുവിനോട് ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അള്ളാഹു തആലയുടെ ഉത്തരം ഉണ്ടല്ലോ, നീ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അതിങ്ങനെ നീണ്ടുപോവുകയാണ്. ചോദിച്ചതിന് എന്ത് ചെയ്യുന്നില്ല, ഉത്തരം കിട്ടണില്ല. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ കാലയളവ് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അത് നിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിരാശനാക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ അത്യാവശ്യമായി നിരന്തരമായി അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കാരം. പക്ഷെ എത്ര ചോദിച്ചിട്ടും അള്ളാഹു തആല എന്ത് ചെയ്യുന്നില്ല, ഉത്തരം തരുന്നത് കാണുന്നില്ല. ആ ഉത്തരം പിന്തുക എന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മുഅ്മിനായ മനുഷ്യനെ നിരാശനാക്കാൻ പാടില്ല. എന്താണ് കാരണം? ഫഹുവ ലമിന ലക്കൽ ഇജാബ, അള്ളാഹു നിനക്ക് ഉത്തരം നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. നീ എന്തു ചോദിച്ചോ അതിന് ഉത്തരം നൽകാമെന്ന് അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റിട്ടുണ്ട്. അത് ഏത് കാര്യത്തിലാണ്? ഫീമാ യഖ്താറുഹു ലക, അവൻ നിനക്ക് വേണ്ടി തെരഞ്ഞെടുത്ത കാര്യത്തിലാണ്. അവൻ നിനക്ക് വേണ്ടി തെരഞ്ഞെടുത്ത കാര്യത്തിലാണ്. ലാ ഫീമാ തഖ്താറുഹു ലിനഫ്സിക, നീ നിന്റെ നഫ്സിന് വേണ്ടി തെരഞ്ഞെടുത്ത കാര്യത്തിലല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും തിരിയാൻ വേണ്ടി. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി അള്ളാഹിനോട് റബ്ബേ എനിക്കത് കിട്ടണം, എനിക്കത് കിട്ടണം, അത് കേട്ടെ, നമുക്കൊരു ആൺകുട്ടി കിട്ടണം എന്ന് നിങ്ങളെ ദ്വാരക്കണം, ആൺകുട്ടി കിട്ടണം എന്നിങ്ങനെ ദ്വാരക്കണം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യമില്ല, നമുക്ക് ആൺകുട്ടി ആവട്ടെ എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം, അതിൽ അള്ളാഹു തആല ഉത്തരം നൽകാൻ നേരിട്ടിട്ടില്ല. അള്ളാഹു നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്ത കാര്യങ്ങളുണ്ട്, അതിലാണ് അള്ളാഹു തആല എന്ത് ചെയ്യുക, ഉത്തരം നൽകുക. എന്തേ? നമ്മൾ ആൺകുട്ടിയെ ചോദിക്കുമ്പോൾ അള്ളാഹു തആല മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഇപ്പം ആൺകുട്ടിയല്ല കൊടുക്കേണ്ടത്, ഇപ്പോൾ എനിക്ക് പെൺകുട്ടിയാണ്. അല്ലെ പെൺകുട്ടിനെ ചോദിച്ച സമയത്ത്, അല്ല ആൺകുട്ടിനെ ചോദിച്ച സമയത്ത് പെൺകുട്ടിനെ അള്ളാഹു തആല നൽകും. പെൺകുട്ടിനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആൺകുട്ടിനെ അള്ളാഹു തആല നൽകും. അപ്പോ ഏതാണ് നമുക്ക് അഭികാമ്യമെന്ന് പടച്ച റബ്ബിനറിയാം. ഏതാണ് ഈ വ്യക്തിക്ക് ഏറ്റവും നല്ലത് എന്ന് പടച്ച റബ്ബിനറിയാം. ആ കാര്യം അള്ളാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമായി ഏറ്റിട്ടുണ്ട്. അതന്നെ എപ്പോ? വഫിൽ വഖ്തില്ലദീ യുരീദു, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത്. ലാഫിൽ വഖ്തില്ലദീ തുരീദു, നമ്മൾ ഉദ്ദേശിക്കുന്ന, നീ ഉദ്ദേശിക്കുന്ന സമയത്തല്ല. നിനക്ക് ചിലപ്പോ നീ ഇപ്പൊ ചോദിക്കും, ചിലപ്പോ 10 കൊല്ലം കഴിഞ്ഞിട്ടേക്കാരം അള്ളാഹു തആല തരിക. കാരണം എന്താണ്? ഇപ്പൊ നിനക്ക് നൽകിയതിനേക്കാൾ ഉഷാർ എപ്പോ നൽകലാണ്? 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ചോദ്യത്തിന് ഉത്തരം നൽകുക. നമ്മൾ കരുതിയ സമയത്ത് എന്ത് ചെയ്യൂല, കിട്ടൂല. ഞാൻ ഈ പറഞ്ഞ വിഷയം എനിക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യാണ്, എന്നാലോ ആ ദുആക്കുള്ള ഇജാബത്തോ അതിങ്ങനെ പിന്തി പിന്തി പോവുകയാണ്. അത് നിനക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിന്നെ നിരാശനാക്കാൻ പാടില്ല. കാരണം നിനക്ക് ഉത്തരം നൽകാമെന്ന് ആര് ഏറ്റിട്ടുണ്ട്? അള്ളാഹു തആല ഏറ്റിട്ടുണ്ട്. ഏത് കാര്യത്തിലാണ് ഏറ്റിക്കണത്? അള്ളാഹു നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്ത കാര്യത്തിലാണ്.
നീ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്ത കാര്യത്തിലല്ല. അതന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്താണ്, നീ ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ലതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പ്രാർത്ഥന എന്ന് പറയുന്നത് ഹുവൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധനയാണ്. ഇപ്പൊ നമ്മൾ നിസ്കരിച്ചില്ലേ, ആ നിസ്കാരം ഒരു ആരാധനയാണ്. അതേപോലെ തന്നെയാണ് ആ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയും. അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ എന്നുണ്ട്. മറ്റേ പ്രാർത്ഥന എന്നുള്ളത് ആരാധനയുടെ ഒരു മജ്ജയാണെന്നൊക്കെ പറയും. അത്രയും ശ്രേഷ്ഠമായ ഒന്നാണ് പ്രാർത്ഥന. അത് അള്ളാഹിനോട് നിരന്തരമായ ഒരു അടിമ എന്ത് ചെയ്യണം? ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു തആലക്ക് അത് വലിയ ഇഷ്ടമാണ്. ആ ചോദിക്കണത് അള്ളാഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. വഖാല റബ്ബുക്കും, അള്ളാഹു തആല നിന്നോട് പറയുന്നുണ്ട്, ഉദ്ഉനി അസ്തജിബ് ലക്കും, നീ എന്നോട് ചോദിച്ചോ ഞാൻ നിനക്ക് തരാം എന്ന് അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, പിന്നെ എന്തേ അള്ളാഹു തആല പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാത്തത്? അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ, ഒരൊറ്റ മുസ്ലിമുമില്ല, യദ്ഉ ബിദഅവ, പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിമും ഇല്ല. എങ്ങനത്തെ പ്രാർത്ഥനയാണ്? ലൈസ ഫീഹാ ഇസ്മുൻ, ആ പ്രാർത്ഥനയിൽ കുറ്റകരമായ പ്രാർത്ഥന അല്ല, മറ്റാൾക്ക് എന്തെങ്കിലും പറ്റണേ എന്നുള്ള പ്രാർത്ഥനയൊന്നുമല്ല, അല്ലെങ്കിൽ ഹറാമായ കാര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. പിന്നെയോ വലാ ഖതിയത്തു റഹിമിൻ, കുടുംബബന്ധം വിച്ഛേദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല, നല്ല നിലക്കുള്ള ഒരു പ്രാർത്ഥനയാണ്, നല്ല നിലക്കുള്ള ഒരു പ്രാർത്ഥന. എങ്കിൽ ഇല്ല അഅതാഹുല്ലാഹു ബിഹാ, ആ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു നൽകിയിട്ടല്ലാതെ ഇഹ്ദാ സലാസീന, മൂന്നിൽ ഒന്ന് അള്ളാഹു തആല നൽകാതിരിക്കൂല. ശ്രദ്ധിക്കണം, ഇനി 3 കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ആ മൂന്നിൽ ഒന്ന് ഒരു പ്രാർത്ഥനക്ക് അള്ളാഹു തആല എന്ത് ചെയ്യും? നൽകും. അത് ഒന്നെന്താണെന്നറിയോ? ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹു, ഒന്നിരിക്കൽ ഒരാള് അള്ളാഹിനോട് ദ്വാരന്നാൽ അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ടിൽ അള്ളാഹു തആല എന്ത് ചെയ്യും? അതിന് ഉത്തരം കൊടുക്കും. ഒന്നങ്ങനെയാണ്, അപ്പൊ തന്നെ. 2 വ ഇമ്മ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറതി, നാളെ ആഖിറത്തിന് വേണ്ടി അള്ളാഹു തആല ഇത് സൂക്ഷിച്ചു വെക്കും. ഇവിടുന്ന് തരൂല, ഇവിടുന്ന് ചിലപ്പോൾ എന്ത് ചെയ്യൂല, അത് തരൂല. ഒരു വാഹനം ആയിക്കോട്ടെ, അള്ളാഹു എനിക്ക് നല്ലൊരു വാഹനം തന്നെയാണ്, ഒരാൾ ഇങ്ങനെ ദ്വാരുന്നു. ചിലപ്പോൾ അയാൾക്ക് ഇപ്പോൾ കൊടുക്കൊരു വാഹനം അള്ളാഹു തആല, ചിലപ്പോൾ എത്ര ദ്വാരന്നാലും അയാൾക്ക് ദുന്യാവിൽ എന്ത് ചെയ്യൂല, അത് ആഖിറത്തേക്ക് അള്ളാഹു തആല നീക്കി വെക്കും. അപ്പൊ ഒന്ന് ചോദിച്ചാൽ ഉടനെ അള്ളാഹു തആല ഒന്നിരിക്കൽ കൊടുക്കും, അല്ലെങ്കിൽ നാളെ ആഖിറത്തിലേക്ക് നീട്ടിവെക്കും. മൂന്നാമത്തത് വ ഇമ്മ അൻ യൻസരിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹാ, ഓൻ എന്തെങ്കിലുമൊക്കെ മോശമായ കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ ദുആ കൊണ്ട് അള്ളാഹു തആല അങ്ങോട്ട് മാറ്റും. എന്തെങ്കിലുമൊക്കെ ഒരു പാപം ചെയ്യാൻ ഓൻ പോകുന്നുണ്ടെങ്കിൽ ആ പാപത്തിന് അള്ളാഹു തആല മാറ്റി നന്മ ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദോഷകരമായ കാര്യങ്ങൾ ഓന്റെ മേൽ വരുന്നുണ്ടെങ്കിൽ അതിനെ അള്ളാഹു തആല അങ്ങോട്ട് നീക്കിക്കളയും. ഈ മൂന്നിൽ ഒരു കാര്യം ഒരു പ്രാർത്ഥനക്ക് നടക്കും. അപ്പൊ നമ്മൾ ഇവിടുന്ന് തോർന്നു എന്ത്? റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലേ? ചെറിയ പ്രായത്തിൽ എന്റെ മാതാപിതാക്കൾ എന്നെ പോറ്റിയത് കൊണ്ട് അള്ളാഹുവേ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ആ പ്രാർത്ഥനക്ക് 3 നിലക്കാണ് ഉത്തരം. ഒന്നിരിക്കൽ അപ്പ തന്നെ തരും, അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നമ്മുടെ മാതാപിതാക്കളെ ദറജ ഉയർത്തി കൊടുക്കും, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും വരാൻ പോകുന്ന വിപത്ത് ഉണ്ടായിക്കോട്ടെ, ദോഷകരമായ കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, അത് അല്ലാഹു തആല നീക്കിക്കളയും. ഈ 3 കാര്യങ്ങൾ എന്തായാലും ഒരു ദുആക്ക് ഉണ്ടാവും. ഇന്ന് എന്തേ മനസ്സിലായിപ്പോ? ദുആ ഒരിക്കലും എന്ത് ചെയ്യൂല, വെറുതെ ആവൂല. ഈ 3 കാര്യം ഒരു ദുആ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? നടത്തും. പിന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം പറഞ്ഞു, ലാ യകുൻ തഅഖുറു അമദിൽ അതായി, അള്ളാഹുവിന്റെ ദാനത്തിന്റെ സമയം അത് പിന്തുക എന്നുള്ളത് മഅൽ ഇൽഹാഹി ഫി ദുആഇ, നീ ദുആയിൽ ഇങ്ങനെ തിടുക്കം കാണിച്ചു കൊണ്ടിരിക്കെ നിന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരം ഉണ്ടല്ലോ, അത് പിന്തുക എന്നത് മൂജിബല്ലി യസിക, നിന്നെ നിരാശനാക്കാതിരിക്കട്ടെ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നിരാശനാകാൻ പാടില്ല. ഇനി ഇവിടെ വേറെ ഒരു കാര്യം കേട്ടോ, ചിലപ്പോൾ ചില ആൾക്കാർ പറയലുണ്ട്, ഉസ്താദെ എത്ര കാലമായി ഞാൻ അള്ളാഹിനോടൊരു കാര്യം ചോദിക്കുന്നു, അത് തരുന്നില്ല. ഞാൻ ഇപ്പൊ ഒന്നൊരു ഇശാ മഗ്രിബിന്റെ ഇടയിലൊന്ന് മുത്താല ചെയ്തപ്പോൾ ഒരു ഹദീസ് കണ്ടു. ആ ഹദീസിൽ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് അള്ളാഹു തആല ഒരു മനുഷ്യന് ഇങ്ങനെ കൊടുക്കുത്തരേ. അപ്പോ ഈ മനുഷ്യൻ ചോദിക്കുത്തരേ, ഇതൊക്കെ ഞാൻ ദുന്യാവ് ചോദിച്ചതല്ലേ? ദുന്യാവ്, അതെ ദുന്യാവ് ചോദിച്ചായിരുന്നു, പക്ഷെ അത് അവിടെ തരേണ്ട മക്കാമല്ല, അത് ഇവിടെ തരേണ്ട മക്കാമാണ്. ഇദ്ദേഹത്തിനക്ക് ഈ ഹസനാത്തുകൾ ഇങ്ങനെ ഏറുന്നത് കണ്ടിട്ട്
പടച്ച റബ്ബിനോട് ഈ വ്യക്തി പറഞ്ഞു, അള്ളാഹുവേ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്, അതേപോലെ തന്നെ ഒരു ഖേദമുണ്ട്. സന്തോഷം എന്താ? ദുന്യാവ് ചോദിച്ച കാര്യം ഇവിടെ ഇഷ്ടം പോലെ അള്ളാഹു തആല തരിക. സങ്കടം എന്താണ്? ഞാൻ വെറുതെ പല കാര്യങ്ങളും ചോദിച്ചു, അവിടുന്ന് എനിക്ക് കുറെ കിട്ടി, അത് വേണ്ടിയിരുന്നില്ല, അത് ഇവിടുന്ന് കിട്ടിയാൽ മതിയായിരുന്നു, അത് ഇവിടുന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അവിടുന്ന് ഞാൻ പല കാര്യങ്ങളും ചോദിച്ചു, അള്ളാഹു തആല എനിക്ക് അവിടെ തന്നു. അതിനേക്കാളും നല്ലത് എന്തായിരുന്നു? എനിക്ക് നിങ്ങളിപ്പോ ഈ തരുന്നത് പോലെ തരലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചോദിച്ചാലും കിട്ടിയില്ല എന്നുള്ള ബേജാറ് വേണ്ട, അതിൽ എന്തെങ്കിലും ഒരു ഹൈറുണ്ടാവും. അപ്പൊ നമ്മൾ ഉമ്മാനോടൊരു കാര്യം ചോദിക്കാം, ഉമ്മ എനിക്കൊരു കാര്യം വേണം. ആ ഉമ്മാന്റെ സമീപനം എങ്ങനെയൊക്കെ ചിലപ്പോ ഉമ്മ അങ്ങനെ ആലോചിക്കും, അതിപ്പോ കൊടുത്താവും എനിക്കത് ഉപകാരം ഉണ്ടാവും, അതിപ്പോ വേണ്ട, കുറച്ച് കഴിയട്ടെ. ആ ഉമ്മാന്റെ 70 ഇരട്ടി സ്നേഹം അള്ളാഹു താലാക്ക് ഉണ്ടെങ്കിൽ അള്ളാഹു താലാക്ക് അറിയാം നമുക്ക് ഏതാ തരേണ്ടത്, എപ്പോഴാ തരേണ്ടത്, എങ്ങനെയാണ് തരേണ്ടത് എന്ന് അള്ളാഹു താലാക്ക് വ്യക്തമായിട്ട് അറിയാം. ഏത് രൂപത്തിലാണ് മൂല്യരാക്കണോ, അതല്ല ഓനെ ഒരു സാധാരണക്കാരനാക്കണോ, ഒരു കൃഷി ജോലിക്കാരനാക്കണോ, അതല്ല ഒരു ഡ്രൈവർ ആക്കണോ, ഏത് മേഖലയാണ് എൻ്റെ അടിമയ്ക്ക് ഏറ്റവും നല്ലത് എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ചോദിക്കുന്ന ചിലപ്പോൾ എന്തിയേക്കാരെന്ന് അറിയാം, ഇപ്പൊ ചോദിച്ച 30-ാം വയസ്സിൽ ചോദിച്ച ചോദ്യത്തിന് 50-ാം വയസ്സിലേക്കാണ് ഉത്തരം കിട്ടുക. ഞാനൊരു ഇതിലൊരു ചരിത്രം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ കാണാൻ കഴിയും. ശ്രദ്ധിക്കണം കേട്ടോ. അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ സാഹിദായിക്കൊണ്ട് ഇങ്ങനെ പല നാടുകളിലേക്ക് ഇങ്ങനെ പോകുന്ന ശക്തമായ തണുപ്പാണ്, തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ഞാനൊരു പള്ളി കണ്ടു. പള്ളി കണ്ടപ്പോൾ ഞാൻ ആ പള്ളിക്ക് കയറി, നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഞാൻ ഇരുന്നു. അപ്പോ ആ പള്ളിയിലെ ഇമാമ് വന്നു പറഞ്ഞു, പള്ളി അടക്കാനായിട്ടുണ്ട്, നിങ്ങൾ പുറത്തേക്ക് പോകണം. ആ സമയത്ത് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ഗരീബായ ഒരു വിദേശിയായ ഒരാളാണ്, അതുകൊണ്ട് ഇവിടെ തങ്ങാനുള്ള ഒരു അനുവാദം എനിക്ക് തരണം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം തങ്ങാനുള്ള അനുവാദം തന്നില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവരെ ചീത്ത വിളിച്ച് പള്ളിന്റെ പുറത്തേക്കാക്കി. പള്ളിന്റെ പുറത്തേക്കാക്കി. അങ്ങനെ പുറത്ത് കുറച്ചപ്പുറത്ത് പോയി നോക്കുമ്പോണ്ട് ഒരു മനുഷ്യൻ ഒരു പുറത്ത് എന്തോ ഒരു സാധനം, ഒരു അടുപ്പിൽ എന്തോ ഒരു സാധനം ഉണ്ടാക്കണം. അപ്പൊ ആ ചൂടിന്റെ ആ നല്ല തണുപ്പാണല്ലോ, ശക്തമായ ശൈത്യമാണ്. അപ്പൊ ആ തീയിന്റെ അടുത്ത് ചെന്നപ്പോ ബഹുമാനപ്പെട്ടവർക്ക് ഒരു സമാധാനം. അപ്പൊ ഈ തീ ഇങ്ങനെ കത്തിക്കുന്ന ആളോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇങ്ങനെ കാട്ടി, ആംഗ്യം കാണിച്ചു, മിണ്ടണ്ട, സലാം അടക്കിയില്ല. മൂപ്പര് അങ്ങോട്ടും ഇടക്ക് വലതു ഭാഗത്തേക്കൊന്ന് നോക്കും, ഇടയ്ക്ക് ഇടതു ഭാഗത്തേക്കൊന്ന് നോക്കും, പിന്നെ അങ്ങനെ വലതു ഭാഗത്തേക്ക് നോക്കും, പിന്നെ ഇടതു ഭാഗത്തേക്ക് നോക്കും. അങ്ങനെ അല്പം കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രത്യേക സ്വഭാവത്തില് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു മനുഷ്യനാണ്, സലാം പറഞ്ഞ് സലാം അടക്കിയില്ല. എന്നാ കുറെ വലതു ഭാഗത്തേക്ക് നോക്കണു, പിന്നെ കുറച്ചേരം ഇടതു ഭാഗത്തേക്ക് നോക്കണു. കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പര് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് സലാം അടക്കി. അപ്പൊ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഞാൻ കുറെ മുമ്പ് പറഞ്ഞ സലാം എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന് ചോദിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യജമാനന്റെ ജോലിക്കാരനാണ്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ളതാണ് ഞാൻ കത്തിക്കുന്നത്. അപ്പൊ ഈ ജോലിന്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുക എന്ന് പറയുന്നത് അത് എൻ്റെ യജമാനനോട് ഞാൻ ചെയ്യുന്ന അനീതിയാണ്, അതുകൊണ്ട് ഞാൻ സംസാരിക്കൂല. പിന്നെ നിങ്ങൾ എന്താണ് ഈ കുറെ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നോക്കുന്നത്? അപ്പൊ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മരണം ഏത് വഴിയെയും നിങ്ങളിലേക്ക് വരാം. മരണം ഏത് വഴിയെയും നിങ്ങളിലേക്ക് വരാം. ഞാൻ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്ത് ബഹുമാനപ്പെട്ട മലക്ക് അസ്റായിൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ എന്ന് ഞാൻ എന്താണ്, എനിക്ക് ആദ്യമാണ്. ഇടതുഭാഗത്തേക്ക് നോക്കുന്നത് ആ വഴിയിൽ കൂടെ എന്നിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ്, ആ വഴിയിലൂടെ എന്നിലേക്ക്. അപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇദ്ദേഹം ഒരു സ്വാത്വികനായ മനുഷ്യനാണ്, ഒരു ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യനാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, നിങ്ങൾ ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യനാണില്ലേ എന്ന് ചോദിച്ചു. അപ്പം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് 20 കൊല്ലമായി ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഇതുവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഉത്തരം നൽകിയിട്ടില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവർക്ക് വലിയ അത്ഭുതം, ഇത്രയും സ്വാലിഹായ ഒരു മനുഷ്യന് അള്ളാഹിനോടൊരു കാര്യം ചോദിച്ച് 20 കൊല്ലമായിട്ട് അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. അതെ, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എന്നാ എന്താണ് നിങ്ങളെ ചോദ്യം എന്ന് ചോദിച്ചു.
അപ്പൊ ബഹുമാനപ്പെട്ട ഈ മനുഷ്യൻ പറഞ്ഞു, അറബികളിൽ ഒരു വലിയ മഹാനുണ്ട്, റഈസുസ്സാഹിദീൻ ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കാണണമെന്ന് എല്ലാ ആളുകളും ആഗ്രഹിക്കലുണ്ട്, അതിനു വേണ്ടി ദുആ ചെയ്യലുണ്ട്. ഞാൻ നിരന്തരമായി 20 കൊല്ലമായി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, അള്ളാഹുവെ ആ സാത്വികനായ മനുഷ്യനെ നീ ഒന്ന് കാണിച്ചു തരണേ അള്ളാഹ്. ആയിരം എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല എന്ന്. ആ സമയത്ത് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ശിർ യാ അഖി, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, അതി സന്തോഷിക്കും. അന ഇബ്രാഹിം അദ്ഹം, ഞാനാണ് ഇബ്രാഹിം അദ്ഹം. അദ്ദേഹം കരഞ്ഞ്, ഇബ്രാഹിം അദ്ഹം തങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി ഒരു ചോദ്യം കൂടി അല്ലാഹുവിനോട് എനിക്ക് ചോദിക്കേണ്ടതാണ്. എന്തേന്ന് ചോദിച്ചു, അല്ലാഹുവേ ഫഖ്ബിൽ റൂഹി സരീഅൻ, ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഹളറത്തിൽ വെച്ച് എൻ്റെ റൂഹിനെ പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അല്ലാഹുവേ എൻ്റെ റൂഹിനെ നീ പിടിക്കണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അദ്ദേഹം മയ്യിത്തായി വീണുപോയി എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇതിൽ പറയുന്നുണ്ട്. ഒരു ചോദ്യത്തിന് അല്ലാഹു തആല ഉത്തരം കൊടുത്തത് 20 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഒരു ചോദ്യത്തിനോ ഓൺ ദ സ്പോട്ടിൽ അല്ലാഹു തആല ഉത്തരം കൊടുത്തു. ഇനി അതിലേറെ രസകരമായ ഒരു കഥ ഉണ്ട്. ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് പറയുന്ന ഷംസുൽ മൈക്കി ഉസ്താദ് ഉണ്ടാക്കിയ മൗലിദിൽ നമ്മളൊക്കെ ഔറംഗസീബ് ചക്രവർത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്ന കാലഘട്ടമാണല്ലോ. ഔറംഗസീബ് ചക്രവർത്തി വലിയ മഹാനായിരുന്നു. നമ്മളെ കശ്മീർ പോയി കഴിഞ്ഞാൽ അവിടെ ഔറംഗസീബിന്റെ പള്ളിയുണ്ട്, അല്ലെ പിന്നെ അക്ബർ പള്ളി ഉണ്ടാവും, ഷാജഹാൻ പള്ളിയുണ്ട്, ഹുമയൂൺ പള്ളിയൊക്കെ ഉണ്ട്. അവിടെ പോയ ആളുകൾക്കൊക്കെ അറിയാം. ഞാൻ 2-3 വട്ടമൊക്കെ പോയിക്കണം. അപ്പോ ഔറംഗസീബ് ചക്രവർത്തി ബഹുമാനപ്പെട്ട ഖാജയുടെ മക്കാമിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. ആ സമയത്തുണ്ട് ഒരാളിങ്ങനെ ദ്വയറക്കുന്ന ഖാജനോട് ഇസ്തിഗാസ ചെയ്യുന്നു, അള്ളാഹുവിന്റെ ആരിഫായ വലിയല്ലേ നിങ്ങൾ, എൻ്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ടില്ല, എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, ഞാൻ വല്ലാതെ വിഷമത്തിലാണെന്നിട്ട് ഇങ്ങനെ ദ്വയറക്കുന്നത് ആര് കാണാം? ഔറംഗസീബ് ചക്രവർത്തി കാണുകയാണ്. ആ സമയത്ത് തൻ്റെ ഒപ്പമുള്ള സേവകനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കണ്ണ് കാണാത്തൊരു മനുഷ്യൻ്റെ അവിടെ ദ്വയറക്കണം, ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ കണ്ണ് കാണാത്ത മനുഷ്യൻ വന്നു. എന്താ നീ ദ്വാരക്കണ്? ഹാജനോട് എന്താ നീ പറയണു ചോദിച്ചു. എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, അത് പറയണേ. എന്നാ ഞാൻ നിസ്കരിക്കാൻ പോവുകയാണ്. ഞാൻ നിസ്കരിച്ച് പോയി വരുന്നതിന് മുമ്പായിട്ട് നിന്റെ കണ്ണിന് കാഴ്ച കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഉടലുമ്മ തല ഉണ്ടാവില്ല, ഉടലുമ്മ തല ഉണ്ടാവില്ല. ഇ കെ ഉസ്താദിന്റെ അദ്ദേഹമാണ് ഈ മദ്യവിഷയത്തിന്, ഉടലുമ്മ തല ഉണ്ടാവില്ല. അങ്ങനെ ഔറംഗസീബ് ചക്രവർത്തി പോയി. ഇയാളങ്ങട്ട് പെരുന്നൊലോളി. കാരണം എന്താ, രാജാവാണ്, പറഞ്ഞാൽ ഉറപ്പാണ്. മുഗൾ ചക്രവർത്തിമാരാണല്ലോ, പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലൊന്നുമില്ല. ഇയാൾ കരഞ്ഞുകൊണ്ട് തോയർന്നു. ഔറംഗസീബ് ചക്രവർത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇയാൾ സന്തോഷത്തോടുകൂടെ പറഞ്ഞു, എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടിക്കൊണ്ടു പറഞ്ഞു. അതിൽ ഔറംഗസീബ് ചക്രവർത്തി പറഞ്ഞു, നേരത്തെയും നിന്റെ കണ്ണിന് കാഴ്ച കിട്ടിയിരുന്നു, പക്ഷേ നീ വലിയ അത്യാവശ്യക്കാരനായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വല്ലാതെ പേടി വന്നു, ഭയം വന്നു. ഖാജയോട് നീ മനസ്സ് പൊട്ടി പറഞ്ഞു, നിങ്ങളൊരു ആരിഫായ മനുഷ്യനാണ്, അല്ലാഹു തആല നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു തആലക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റൂല. ഇന്ന് നിങ്ങൾ ഹൃദയം പൊട്ടി പറഞ്ഞപ്പോൾ അല്ലാഹു തആല ആ ചോദ്യത്തിന് ഉത്തരം നൽകിയതാണ്. ഇതേ ചോദ്യമാണ് നിങ്ങൾ ഓരോ സെക്കൻഡിലും അള്ളാഹുവിനോട് എന്ത് ചെയ്യേണ്ടത്, ചോദിക്കേണ്ടത് എന്ന് ഔറംഗസീബ് ചക്രവർത്തി പറയണ്ടായി. അപ്പോ നമ്മളൊക്കെ ഇപ്പോ ഏതാണ് ഇപ്പോ അസ്മാഉൽ ഹുസ്നയിൽ ഇപ്പൊ ഏതാ ഇസ്മുൽ തെരഞ്ഞെടുക്കുകയാണ്. എന്നാൽ അത് മാത്രം ചെല്ലിയാൽ മതിയല്ലോ. അള്ളാഹ്ന്നാണെങ്കിൽ അത് 100 ചെല്ല, റബ്ബാണെങ്കിൽ അത് 100 ചെല്ല. ബഹുമാനപ്പെട്ട ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നീ അത്യാവശ്യ സമയത്ത് ഹൃദയം പൊട്ടി നീ അള്ളാഹുവിന്റെ ഏത് പേര് വിളിച്ചാലും അതെന്താണ്? ഇസ്മുൽ ആളമാണ്. ഹൃദയം പൊട്ടിയിട്ട് നീ അള്ളാഹുവിന്റെ ഏത് പേര് നീ വിളിച്ചാലും അതെന്താണ്? അത് ഇസ്മുൽ ആളമാണ്. ഞാൻ പറയുന്ന വിഷയം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് മലയാളിക്ക് പടച്ചോനെ എന്ന് പറയാം, വാക്കിലൊളിഞ്ഞ ഭഗവാനെ എന്ന് പറയാം. ഏത് ഉദ്ദേശമാണെങ്കിൽ അങ്ങനെ ഏത് പേരിട്ട് വിളിച്ചാലും അതെന്താണ്? അത് ഇസ്മുല്ല. മലയാളത്തിലായിക്കോട്ടെ. ഇപ്പം എന്നോട് ഇപ്പം ഇന്നലെ വെള്ളിയാഴ്ച ഒരാൾ പറഞ്ഞു, ദ്വാരക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ദ്വാരക്കെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് എല്ലാവരും പറയണതാണ്, നിങ്ങളും ദ്വാരക്കുന്നു. അപ്പം പറഞ്ഞു, ഇക്കതിന് ഒന്നും അറിയില്ല ഉസ്താദ്. പറഞ്ഞു, എന്തിനാ നിങ്ങൾക്ക് അറിയണ്? ഒന്നും അറിയണ്ട. ഒന്നും അറിയാത്തവനെ അല്ലാഹു തആലാക്ക് കാര്യം. കാരണം അവനക്കൊന്നും അറിയില്ല.
ഈ സ്വാലിഹ്യങ്ങളത്തൊക്കെ പോയ ഒന്നും അറിയാത്ത പോലെ വലിയ കാര്യക്കാരും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ചോദിച്ചോളി, മലയാളത്തിൽ മതി. ഈ മലയാളം ഉണ്ടാക്കിയതാരെ? അല്ലല്ലേ. തമിഴാരെ ഉണ്ടാക്കി? അതല്ലല്ലേ. ഈ ലോകത്ത് അള്ളാഹു താലാന്റെ ഒരു നെളിറില്ലാത്ത ലോകത്ത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ദ്വാരക്കേണ്ടത് നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല, അത്രക്കും ഒരു ബോറ് മലയാളിക്കാരൻ. പക്ഷെ ആ ബോറ് മലയാളം ആർക്കറിയാം? അള്ളാഹു താല. അപ്പൊ നിങ്ങൾ ഏതൊരു കാര്യം എങ്ങനെ ചോദിച്ചാലും അള്ളാഹു താലാക്ക് എന്ത് ചെയ്യും അറിയും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, അള്ളാഹു താല ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ ചോദിച്ചോ ഞാൻ തരാം എന്ന് പറയുന്നത് ഞമ്മക്ക് പോയിച്ച് ചോദിച്ചാൽ അള്ളാഹു താല തരും. അള്ളാഹു തീരുമാനിച്ച ചില കാര്യങ്ങളുണ്ട്. എൻ്റെ അടിമക്ക് ഇന്നത് വേണം, എൻ്റെ അടിമക്ക് ഇന്നതേ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മക്ക് ചിലപ്പോൾ ആകത്തിന് അള്ളാഹുവെ എനിക്കിത് ഹൈറാക്കി തരണേ എന്നു വയർക്കലുണ്ട്. എനിക്കിത് ഹൈറാക്കി, അങ്ങനെയല്ല വയർക്കേണ്ടത്. അള്ളാഹുവെ ഹൈറാണെങ്കിൽ എന്നിലേക്ക് നീ അടുപ്പിക്കണേ അള്ളാഹ്, ഷർറാണെങ്കിൽ നീ എന്ത് ചെയ്യണേ, തട്ടി മാറ്റണേ അള്ളാഹ്, അങ്ങനെ വയർക്കേണ്ടത്. അവനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഹൈറാക്കി തരണേ, അല്ലാത്തതൊക്കെ ഷർറാക്കി തരണേ. പിന്നെയും പറയാനുള്ളൊരു കാര്യം, ഈ ചോദിച്ചിട്ട് ആരും നിരാശരാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബിയും ഫിർഔനിന്റെ ശക്തമായ അക്രമം കാരണം അള്ളാഹുവിനോട് ദുആ ചെയ്തു. നിരന്തരം ദുആ ചെയ്ത് 40 വർഷങ്ങൾക്ക് ശേഷമാണ്, പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 40 വർഷങ്ങൾക്ക് ശേഷമാണ് മൂസാ നബിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല എന്ത് ചെയ്തത്, ഉത്തരം നൽകി. ആരാ മൂസാ നബി? അള്ളാഹിന്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം നബി ആണെന്നോ മൂസാ നബി എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. മൂസാ നബിയാണെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അത്രയും വലിയ ഉന്നതമായ മർത്തബയിൽ നിൽക്കുന്ന മഹാനാണ്. 40 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്, ഉത്തരം. ഇനി ഒന്നും വേണ്ട. അള്ളാഹു തആല മലായികത്തിനോട് പറയത്തറ, മലായികത്തുകളെ നിങ്ങൾ എൻ്റെ അടിമനോട് പോയിട്ട് പറയും, ഫൈനി വഹിബ്ബു അൻ അസ്മഅ സൗതഹു, ഓനെ ശബ്ദം കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഓൻ എന്തും ചോദിച്ചട്ടെ. നിങ്ങളെ അമ്മാനോട് ആദ്യൊരു കാര്യം ചോദിച്ചു, രണ്ടാമതും ചോദിച്ചു, മൂന്നാമതും ചോദിച്ചാലോ, പിന്നെ ഓല എന്താ കജ്ജി കിട്ടി ചോദിച്ചാലും കൊണ്ട് ആട്ടയിച്ച. എന്നാൽ അള്ളാഹു താലാക്ക് എത്ര ചോദിച്ചാലും മടുപ്പില്ല, എത്ര ചോദിച്ചാലും അള്ളാഹു താലാക്ക് മടുപ്പില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ നിസ്കാര ശേഷം കുറച്ച് ദ്വാരക്കണം, എന്താണ് അത്, സാമീങ്ങളെ പരിഗണിക്കണം എന്നാ. ഏത് കാര്യത്തിലും സാമീങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉണ്ട്. ഇപ്പൊ മത്രൂക്കായ പള്ളിയിൽ വല്ലുഹാവല്ലിന്റെ മേലില് ഓതാൻ പാടില്ല എന്നാ ശരിക്കും. അതായത് വേറൊരു ജമാഅത്ത് വരുമെന്ന് പ്രതീക്ഷയുള്ള പള്ളിയിൽ വല്ലുഹാവല്ലിന്റെ മേലക്കുള്ള സൂറത്ത് ഓതാൻ പാടില്ല. അത്ര പോലും സാമീങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓവറാക്കി ഖൈറുൽ ഉമൂരി ഔസത്തുഹ, ഏതിന്റെയും മധ്യമായ വഴി സ്വീകരിക്കണം, ഏതും ഓവറാക്കാൻ പാടില്ല. മനസ്സിലാവണം. അപ്പൊ നമ്മൾ ഒറ്റക്ക് ദ്വാരക്കുമ്പോ എത്തിരും ദ്വാരക്കാം, അതിൽ യാതൊരു കുഴപ്പമില്ല. പൊതുവായ ദ്വാരക്കുമ്പോൾ നമ്മൾ കുറച്ച് ദ്വാരക്കുള്ളൂ, എല്ലാവരും പരിഗണിച്ചിട്ട്, ജോലിക്കാരുണ്ടാവും, യാത്രക്കാരുണ്ടാവും, എല്ലാവരും പരിഗണിച്ചിട്ട് ദ്വാരക്കാം. അപ്പൊ ആരും നിരാശരാകരുത്. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് അല്ലാഹു തആല ഉത്തരം നൽകാൻ വൈകുന്നത് ഒരിക്കലും നമ്മൾ നിരാശരാക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഏതാണ് ഖൈറിച്ചെങ്കിൽ അത് അള്ളാഹു തആല നമുക്ക് തിരഞ്ഞെടുക്കും. ഏതാണ് നമുക്ക് പറ്റിയ സമയമെങ്കിൽ ആ സമയവും അള്ളാഹു തആല എന്ത് ചെയ്യും, തിരഞ്ഞെടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇജാബത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. നമ്മൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ അള്ളാഹു തആല നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.